എൻ്റെ ലൈഫ് സത്യത്തിലുണ്ടല്ലോ, ജോലിയും കഴിഞ്ഞ് നേരെ അങ്ങ് വീട്ടിൽ പോയാൽ മതിയായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ പോകുന്ന വഴിക്ക് ബാറിന്റെ ബോർഡ് കണ്ടപ്പോഴാണ് അളിയന്റെ കാര്യം ഓർത്ത്. അങ്ങനെ ഞാൻ നേരെ സ്റ്റുഡിയോയിലോട്ട് പോയി. സ്റ്റുഡിയോ ചെന്നപ്പോൾ അളിയൻ പതുപോലെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നത്. മെനങ്ങാന്ന് ഇവനോട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കിയതാ. പിന്നെ അരുണിനെയും പൊക്കിയെടുത്ത് ഞാൻ വെളിയിൽ ഇറങ്ങി കേട്ടോ. കോളേജിൽ നല്ല കാലാവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെളിയിൽ നിന്ന് കുറച്ച് കാലാവസ്ഥ ആസ്വദിച്ചു. വായി നോക്കിക്കൊണ്ടിരുന്നു. കിളികളെല്ലാം നേരത്തെ ചേക്കേറിയതുകൊണ്ട് തന്നെ വലിയ കളക്ഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ തന്നെ അളിയൻ ഇറങ്ങി വന്നു. പിന്നെ അളിയനും ഞാനും അരുണും കൂടെ ഒരുമിച്ചിരുന്ന് വായി നോട്ടം ഒരു കലയും അത് ചെയ്യുന്നവനൊരു കലാകാരനാണ്. അങ്ങനെയാണ് വ്യാസമുനി എവിടെ എഴുതി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. എന്തായാലും ദിലീപക്കായെ കണ്ടോ. ദിലീപക്ക ഉച്ചയ്ക്ക് ഓഫീസിലെടുത്ത് വന്നപ്പോണ്ടല്ലോ, ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ കടി കഴിക്കാൻ ഒളിച്ചിരുന്നു കേട്ടോ. അതിന് ഫലമായിട്ട് ദിലീപക്ക ഇവിടെ നേരിട്ട് വന്നു. പിന്നെ ഒന്നും നോക്കില്ല, പുള്ളിയുടെ കയ്യിലെ കടിയെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങളൊരു കേക്കും മറ്റ് സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിച്ച് ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന്. അപ്പോഴാണ് അളിയൻ എൻ്റെ കളരിയുടെ കുറച്ച് സ്റ്റെപ്പുകൾ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അവൻ്റെ അടുത്ത് കളരി എന്ന് പറയുന്നത്, അവൻ കുടിച്ചിരുന്ന ചായ ഗ്ലാസ് എടുത്ത് കളഞ്ഞിട്ട് അവൻ നേരെ കച്ച എടുത്ത് അങ്ങോട്ട് ഇറങ്ങി. അവന് കളരി അറിഞ്ഞൂടാന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാ. കളരി എനിക്ക് മാത്രമല്ല അറിയത്തുള്ളൂ. പക്ഷെ അവൻ അടിച്ചടിയെല്ലാം ഒന്നും ഞാൻ പുറത്ത് കളഞ്ഞിട്ടില്ല. എല്ലാം എൻ്റെ നെഞ്ചുകൊണ്ട് ഞാൻ ഏറ്റു വാങ്ങി. സത്യത്തിൽ ഒരു ലഹരിക്കും ഇത്രയധികം കിക്ക് തരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ ബാറ് കണ്ടപ്പോൾ ഞാൻ ഇവനെ ഓർത്തത് കേട്ടോ. നമ്മൾ ഈ ലഹരിക്ക് അടിമപ്പെടുന്നതിനെക്കാട്ടിയും ഇതുപോലെ നല്ല സൗഹൃദങ്ങൾക്ക് അടിമപ്പെടുന്നത് എപ്പോഴും നല്ലതായിരിക്കും.